8ാം ക്ലാസ്സിൽ കണക്ക് പരീക്ഷയുടെ മാർക്ക് കിട്ടിയത് ഓർമ്മയുണ്ടാകും. എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ആ കൊല്ലം ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഞാൻ പൊട്ടി. കണക്കിന് ശുദ്ധ ശൂന്യം, 7 മാർക്ക് പൊട്ടിപ്പോയി. എൻ്റെ കയ്യിൽ ആൻസർ പേപ്പർ കിട്ടിയത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ആർക്കൊക്കെ കിട്ടി, എന്തൊക്കെയാ ക്ലാസ്സിൽ സംഭവിച്ചത് എനിക്കൊരു ഓർമ്മയില്ല. കാരണം ഈ സാധനം കണ്ടപ്പം മുതൽ ഞാനിരുന്ന് ആലോചിക്കുകയാണ്, വൈകുന്നേരം അപ്പനെ കൊണ്ട് എങ്ങനെ ഒപ്പിടിക്കും. അന്നങ്ങനെയായിരുന്നില്ല. പ്രോഗ്രസ് കാർഡിൽ മാത്രം ഒപ്പിട്ടാൽ പോരല്ലോ, ഈ ആൻസർ പേപ്പറിൽ ഒപ്പിട്ട് പിറ്റേന്ന് കാലത്ത് കൊണ്ടുവല്ലണ്ടേ ടീച്ചറുടെ അടുത്ത്. എൻ്റെ അപ്പൻ്റെ ഒപ്പാണെങ്കിൽ ഒരു വൃത്തികെട്ട ഒപ്പാണ്. കരു കുരു. ഞാൻ പലവട്ടം അപ്പനോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഒപ്പിട്ട് പഠിക്കും. എൻ്റെ കൂട്ടുകാരൻ ജോബിയുടെ അപ്പൻ സൂപ്പർ ഒപ്പ്, ഒരു പ്ലസ്, അതിന്മേ കറക്റ്റ് ഒരു വട്ടം. ഇതൊരു ഭംഗിയ ഒപ്പ് കാണാൻ. ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പം ഭംഗിയുള്ള എന്തോരം ഒപ്പുണ്ടപ്പ. ആ ജോബിയുടെ അപ്പനൊക്കെ ഒപ്പിടുന്നത് അപ്പനെ കണ്ടൂടെ? അപ്പനൊന്നും അങ്ങനെ വല്ലപ്പോഴും നമുക്ക് ഇടാമല്ലോ, അതാണ് നമ്മുടെ ഒരു കുറിച്ച്. അപ്പൻ്റെ ഒപ്പം ഒരു മെന കേട്ടോപ്പാ. പുള്ളിയാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഒപ്പിടുന്നതിന് മുമ്പ് ഫുൾ ഡീറ്റെയിൽസ് ചോദിക്കും. ചിലപ്പോൾ കണക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയും. നമ്മൾ കുത്തുവാളി എടുക്കും. ഇതെങ്ങനെ ഒപ്പിടിക്കേണ്ട തമ്പുരാനെ? ക്ലാസ്സിൽ ഇത് കിട്ടിയപ്പോൾ മുതലിരുന്ന് ആലോചിക്കുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ കഞ്ഞൂടി കഴിഞ്ഞ് ഈ കടലാസ് കൊണ്ടുവന്ന് ഊട്ടുമേശാമി അങ്ങോട്ട് വെക്കും. ഒപ്പിടാനുണ്ടപ്പ എന്ന് പറയും. അപ്പൻ ചോദിക്കണതിന് മറുപടി പറയണ്ടേ? എന്ത് പറയും? ആദ്യം തന്നെ അപ്പൻ ചോദിക്കും, എന്താടാ കണക്കിൽ പൊട്ടിയത്? എന്തു പറയും? നമ്മളൊക്കെ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നൊരു നുണയുണ്ട് ഈ ചോദ്യത്തിന്, ഓർക്കണ്ട. അപ്പൻ ചോദിക്കും, എന്താ കണക്കിന് മാർക്ക് കുറവ്? അപ്പം ഞാൻ പറയും, എല്ലാവർക്കും കുറവാണപ്പാ. അതാണ് ആദ്യത്തെ നുണ. നമ്മുടെ എല്ലാവർക്കും കുറവാണപ്പാ. ഒരു തട. എല്ലാവരുടെയും പേപ്പറും അപ്പം വിളിച്ച് ചോദിക്കില്ല. അപ്പോൾ ഉറപ്പായിട്ട് അപ്പൻ ചോദിക്കും, എന്താടാ എല്ലാവർക്കും കുറവ്? എന്ത് പറയും? കർത്താവേ, ടീച്ചർ ലീവായിരുന്നപ്പാ. അടുത്ത നോണ. ക്ലാസ്സിലിരുന്ന് പ്ലാൻ ചെയ്യണാട്ടാ. ക്ലാസ്സിലിരുന്ന് പ്ലാൻ ചെയ്യണാണ്. ഈ സമയത്താണ് ടീച്ചർ ബാക്കിയുള്ളവർക്കൊക്കെ പേപ്പർ കൊടുത്തത്. നമ്മൾ വൈകുന്നേരത്ത് നോണ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ടീച്ചർ ലീവായിരുന്നപ്പാ. അപ്പോൾ ഉറപ്പായിട്ട് അപ്പൻ ചോദിക്കും, അതെന്താ ടീച്ചർ ലീവ്? ചോദ്യത്തിന് തടയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. മുന്നോട്ട് പോകുന്തോറും റിസ്ക്കാണ്. എന്ത് പറയും കർത്താവേ? ഞാൻ ഓർക്കും, ടീച്ചർ പ്രസവത്തിന് പോയേക്കായിരുന്നു. പിന്നെ അപ്പൻ അങ്ങോട്ട് പോയില്ല. അത് നല്ലൊരു ബ്ലോക്കാണല്ല. പിന്നെ അപ്പൻ ആ വഴി പോയില്ല. ടീച്ചർ പ്രസവത്തിന് പോയേക്കായിരുന്നു. രക്ഷപ്പെട്ടു. അപ്പം അപ്പൻ ചോദിക്കും, പകരം ടീച്ചർമാരാരുണ്ടായില്ലേ? എന്തു പറയും കർത്താവേ? കെമിസ്ട്രി പഠിപ്പിക്കണം മാഷാണ് അപ്പ കണക്കെടുക്കാൻ വന്നേ. അങ്ങനെ പറയാം. അതെന്തി ആ മാഷ്ക്ക് കുഴപ്പം? ആ മാഷ്ക്ക് കണക്കത്രയ്ക്ക് അങ്ങോട്ട് അറിയാൻ പണ്ടായില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ആൻസർ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ രാത്രി പറയാനുള്ള എത്ര നുണ നമ്മൾ റിഹേഴ്സൽ എടുത്ത്, എത്ര റിഹേഴ്സൽ സ്കൂളിൽ നിന്ന് വീട് വരണേക്ക് മുമ്പ് കഴിഞ്ഞ്, എന്നിട്ടാണ് രാത്രി അപ്പൻ്റെ അടുത്ത് കണക്കിൻ്റെ പേപ്പർ വയ്ക്കണത്.